അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഒരു അടുത്ത സുഹൃത്തിനോട് പറഞ്ഞത്, യുക്തി കൊണ്ട് മാത്രം നമ്മൾ തെരഞ്ഞെടുപ്പ് ജയിക്കില്ല. ലോജിക്ക് മാത്രം പോരാ, വികാരം, പാഷൻ അതുകൂടി അതിൻ്റെ അകത്ത് എപ്പോഴും ഘടകമാകണം. അതാണ് വോട്ടർമാരെ സ്വാധീനിക്കുന്നത്. അപ്പോൾ ഉദാഹരണം, ഇപ്പൊ ഇവിടെ മറ്റേ കടക്കൂപ്പുറത്തെടുത്തില്ലേ, അദ്ദേഹം ഇത് അന്വേഷിച്ച് കണ്ടുപിടിച്ചെടുക്കുന്നതാണല്ലോ. അതുപോലെ തെലങ്കാനയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ഈ 80,000 കോടി രൂപ മുടക്കിയ ഒരു ഇറിഗേഷൻ പദ്ധതി, ജലസേചന പദ്ധതി ചന്ദ്രശേഖർ റാവു ആവിഷ്കരിച്ചിരുന്നു. കാലേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി. ആ 80,000 കോടി രൂപ മുടക്കിയിട്ടും കുറെ അഴിമതിക്ക് വേണ്ടി ചെയ്തതാണെന്നുള്ളത് പിന്നീട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളാ വോട്ട് ബോണ്ടില്ലേ, കടപ്പത്രങ്ങള് വന്നില്ലേ, പല കമ്പനികൾ, മേഗാ കൺസ്ട്രക്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രശേഖർ റാവുവിന് ഏറ്റവും കൂടുതൽ പൈസ കൊടുത്ത കമ്പനിക്ക് ആ ജലസേചന പദ്ധതിയുടെ കരാറുണ്ടായിരുന്നു. അത് പിന്നീട് കൂട്ടി കൊടുക്കുന്നതായിട്ടൊക്കെ ആ സമയത്ത് വാർത്തകൾ വന്നിരുന്നതാണ്. അപ്പൊ ഈ ഇത്രയും 80,000 കോടി രൂപ മുടക്കിയ ഈ പദ്ധതിയിൽ കുറെ ഭാഗത്ത് വിള്ളൽ വന്നു. ഈ കനകോലുവിന്റെ ടീം പോയിട്ട് ഈ വിള്ളലിന്റെ ചിത്രം എടുത്തു. എന്നിട്ട് ഈ വിള്ളല് ഒരു ATM പോലെ പോസ്റ്ററുകൾ അച്ചടിച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഈ വ്യാജ കറൻസി നോട്ടുകൾ ഇടുന്നതായിട്ട് പോസ്റ്ററുകൾ അച്ചടിച്ചു അന്ന്. അപ്പോൾ അത് ആളുകളുടെ മനസ്സിൽ കയറി. അപ്പോൾ കലേശ്വരം എന്ന് പറയുന്ന അതൊരു ATM പോലെ ആക്കി, അതിൻ്റെ വായ റാവുവിൻ്റെ വായ പോലെ ആക്കി, അതിൻ്റെ അകത്ത് വ്യാജ നോട്ടുകൾ, ഇത് ഈ പോസ്റ്റർ ജനങ്ങളുടെ മനസ്സിൽ ശരിക്കും തറച്ചു ആ സമയത്ത്. ഇതുപോലെ യെദ്യൂരപ്പ കർണാടകയിൽ അഴിമതിക്ക് അറിയപ്പെടുന്ന ആളാണല്ലോ, BJP-കാരനാണെങ്കിലും. അപ്പോൾ TM എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ, ഇത് ഇയാളുടെ പടം വെച്ചിട്ട് പോസ്റ്ററുകൾ ഉണ്ടാക്കി, CM എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനെയാണ് ഈ കനകോലു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.